Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Okay. ആരാ prayer? Prayer ഞാനാണ് മാം. Start ചെയ്തു. നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. Okay. Sign in. ഹലോ, സൈൻ ഇൻ ഞാനാണ്. ഞാൻ പറയാം. ഓണത്തിനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഓണം കേരളത്തിന്റെ ദേശീയ ആഘോഷമാണ്. അത്തം മുതൽ 10 ദിവസം വരെ നാം ഓണം ആഘോഷിക്കുന്നു. മഹാബലി ചക്രവർത്തി കേരളം ഭരിച്ചിരുന്ന കാലം ഇവിടെ സുവർണ കാലഘട്ടമായിരുന്നു. ഈ കാലത്ത് സമൃദ്ധിയും സന്തോഷവും കളിയാടിയിരുന്നു. കള്ളവും ചതിയും ഉണ്ടായിരുന്നില്ല. എല്ലാ പ്രജകളെയും അദ്ദേഹം ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഇന്ദ്രന്റെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണു വാമന വേഷം പൂണ്ട് ഒന്ന് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അങ്ങനെ ഓണത്തിന് മഹാബലി കേരളത്തിലെത്തുന്നു. ഈ ദിവസം ജനങ്ങൾ വിഭവസമൃദ്ധിയായ സദ്യയും മറ്റു വിനോദങ്ങളും കൊണ്ട് ആഘോഷിച്ചു വരുന്നു. ഓണം ആഘോഷത്തിന്റെ ദേശീയ ഉത്സവം ആക്കിയ വർഷം 1961 ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. താങ്ക് യു മാം. Okay. Ma'am, what's the answer? Education is not a preparation for life. Education is life itself. Dr. Mira Montessori. Thank you, ma'am. Okay. എങ്ങനെയുണ്ടായിരുന്നു ഓണം? ആഘോഷിച്ചോ? അടിച്ചു പൊളിച്ചോ? നന്നായിരുന്നു മാം. ഓണത്തിന്റെ അന്നായിരുന്നു ടീച്ചേഴ്സ് ഡേ. അത് ഞങ്ങൾ വിഷ് ചെയ്യാൻ മറന്നുപോയി. ബിലേറ്റഡ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാം. Happy Teachers' Day, ma'am. Okay. സാജിദ, കസിൻ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കൊണ്ടുവന്നോ വീട്ടിലേക്ക്? വീട്ടിലേക്ക് കൊണ്ടുവന്നിന് മാം. നബിദിനത്തിന് തലേദിവസം കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിലേക്ക്. മാത്രം എന്തും മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ ഉള്ളതാ. അപ്പോ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 9 ടെൻഡൻസീസ് ഓഫ് മാൻ. മനുഷ്യന്റെ പ്രവണതകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടെൻഡൻസീസ് എന്ന് പറഞ്ഞാല് പ്രവണതകൾ കേട്ടോ. ഓക്കെ, ഇത്ര നല്ല സുഖം ഉള്ള ചാപ്റ്റർ ഒന്നും അല്ല, ഭയങ്കര ബോറിംഗ് ആണ്, പിന്നെ വായിച്ചാലൊന്നും മനസ്സിലാവാത്ത ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ വായിക്കുമ്പോ എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്നുള്ളത് മിസ് പറഞ്ഞു തരാം. ഇത് PDF അങ്ങനെ തന്നെ പഠിക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങള്. ആർക്ക് വായിക്കാൻ പറ്റും? ആരെങ്കിലും ഒന്ന് വായിക്കോ? വായിക്കാം മാം. വായിച്ചു. Tendencies of man.
Montessori had much to say about world peace. She always talked about the importance of developing an understanding of the human problem and associative human society. She firmly believed that the way to do this was through the child, and that the work of education was to establish a lasting peace. Throughout history, humans have relied on their genius and uh, vers- versatility of survival. Regardless of race, country, or culture, people follow similar pattern. After a year of careful inspection in children, Maria Montessori was able to identify 14 important tendencies that compel human beings to make and refine the world around them, which she considered these as tendencies of man. They are exploration, order, gregariousness, communication, abstraction, interest, calculation, repetition, concentration, self control, perfection, inventiveness, independence, and work. The Montessori prepared environment, with its carefully chosen and beautifully arranged material, is built around these tendencies. Because of these Montessori teachers do not want to force their students to. Children are naturally drawn to the material because they appeal to their instinctive drives. During her many years of inspection, children in a great variety of cultural environments, Montessori was able to identify 14 specific observer traits which she considered as tendencies of man. Okay. എന്താ മനസ്സിലായേ ഇത് വായിച്ചപ്പോ? എന്താ മനസ്സിലായേ? എനിക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? മരിയ മോണ്ടിസറിയുടെ ഒബ്സർവേഷനില് കുട്ടികളിൽ നിന്നാണ് ഒരു ഹ്യൂമൻ ഉണ്ടാവുന്നതെന്നും അതുകൊണ്ടാണ് ഹ്യൂമൻ ടെൻഡൻസീസ് 14 ടൈപ്പ് ഉണ്ടെന്നും അതെന്തൊക്കെയാണെന്നുമാണ് ഇവിടെ പറയുന്നത് മാം. ഓക്കെ. 14 ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലായല്ലേ? ആരാണ്? മരിയ മോണ്ടിസറി ആരാണെന്നാണോ മാം? അത് മോണ്ടത്തിന്റെ ഫൗണ്ടർ ആണ് മാം. മോണ്ടിസോറി ഉണ്ടാക്കിയിട്ടുള്ള ഇതാണല്ലേ, ഫൗണ്ടർ ആണ് അല്ലെ മോണ്ടിസോറി എന്ന് പറയുന്നത്, മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത്. അപ്പം മരിയ മോണ്ടിസോറി പറയുന്നത് ഇവിടെ പറയുന്നത് ലോക സമാധാനത്തെ, വേൾഡ് പീസിനെ കുറിച്ചാണ്, ലോക സമാധാനത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യനുണ്ടാകുന്ന പ്രോബ്ലംസ് അല്ലെ, ഹ്യൂമൻ പ്രോബ്ലംസ്, മാനുഷിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ എന്താണ് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങള്, അതൊക്കെ എന്താണ് അതിനെ കുറിച്ചൊക്കെയാണ് ഈ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഈ മാനുഷിക പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസുകളും എങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും, ഇതിനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. കുട്ടികളിലൂടെ അത് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന ആ വിദ്യാഭ്യാസത്തിന്റെ ആ പ്രവർത്തനത്തിലൂടെ നമുക്കൊരു സമാധാനം സ്ഥാപിക്കാനായിട്ട് പറ്റുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മരിയ മോണ്ടിസോറി പറയുന്നത് എന്താണ്, ഈ കുട്ടികളിലൂടെ നമുക്ക് ലോക സമാധാനം സ്ഥാപിക്കാനായിട്ടും കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ ആ സമാധാനം സ്ഥാപിക്കാനായിട്ടും സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് പല ചരിത്രങ്ങളിലൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മള് ആദിമ മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ നമ്മള് പണ്ടുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചല്ലേ. അപ്പൊ ആദിമ മനുഷ്യൻ വന്ന് പിന്നെ എത്തി നിൽക്കുന്നതാണ് അല്ലെ ഇന്നത്തെ കാലത്തുള്ള മനുഷ്യനില്. ഓക്കെ. ആദിമ മനുഷ്യനൊക്കെ എങ്ങനെയായിരുന്നു അതിന്റെ അല്ലെ നടന്നിരുന്ന കാലഘട്ടങ്ങള്, അതെങ്ങനെയാണ് നടന്നിരുന്നത്, അവരുടെ ഫേസിന്റെ കാര്യങ്ങള്, അവരെ കുറിച്ചുള്ള പ്രത്യേകതകൾ അല്ലെ, നമ്മളൊരു 8, 9 ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അവരുടെ പീരീഡ്സിന്റെ കാര്യങ്ങള്, ഏജിന്റെ കാലഘട്ടങ്ങളിലെ കുറിച്ചുള്ള കാര്യങ്ങള്, അതുപോലെ കുറെ ഇന്നോവേഷൻസും ടെക്നോളജിയിലുള്ള അപ്ഡേഷൻസും കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഈ രീതിയിൽ എത്തി നിൽക്കുന്നത്. പണ്ട് കാലങ്ങളിലുള്ള മനുഷ്യർ ആദ്യം തീ കണ്ടുപിടിച്ചു, ലോകം കണ്ടുപിടിച്ചു, പിന്നീട് അത് കൂടി നല്ല രീതിയിൽ അവരുടെ ഇന്റലിജൻസ്, അവരുടെ സ്കില്ലുകളൊക്കെ വെച്ചുകൊണ്ട്, നോളജ് ഒക്കെ വെച്ചുകൊണ്ട് പുതിയ ഇന്നത്തെ കാലത്തുള്ള ടെക്നോളജീസും കാര്യങ്ങളിൽ ഡെവലപ്മെന്റ്സുകളും ഇന്നോവേഷൻസ് ഉണ്ടായി ഇന്നത്തെ കാലത്ത് എത്തി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്
ഒരു എന്താണ് പണ്ടുള്ള മനുഷ്യരും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തുള്ള ടെക്നോളജീസിലോട്ട് വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ നമ്മുടെ എന്താ നമ്മളിപ്പോ പറയുന്ന ഭാഷയെല്ലാം മറ്റു രാജ്യങ്ങളിലെ ആളുകൾ പറയുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷിക്കുന്ന പോലെയുള്ള ഭക്ഷണ ശീലങ്ങളെല്ലാം അവരുടെ അല്ലെ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ സംസാരിക്കുന്ന രീതികൾ അല്ല അല്ലെ, നമ്മൾ പറയുന്ന പോലെയല്ല, നമ്മുടെ വസ്ത്രധാരണം പോലെയല്ല, ഹെയർ സ്റ്റൈൽ അല്ല. അപ്പോ അങ്ങനെയുള്ള പല രീതികളിലും പല രാജ്യങ്ങളിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ വംശം, രാജ്യം, സംസ്കാരം എന്നിങ്ങനെ പരിഗണിക്കാതെ ആളുകൾ സമാനമായ മാതൃകകൾ പിന്തുടരുന്നുണ്ട്. കുട്ടികളിലെ വർഷങ്ങളോളം സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം കുട്ടികളെ മരിയാ മോണ്ടിസോറി എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികളിലൂടെ കുറെ നാളുള്ള അവരുടെ വർഷങ്ങളോളം അവരുടെ ആ കുട്ടികളെ പരിശോധിച്ച ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, മരിയാ മോണ്ടിസോറിക്ക് മനുഷ്യനെ ചുറ്റിപ്പറ്റിയുള്ള ആ ലോകത്തെ നിർമ്മിക്കാനും പരിഷ്കരിക്കാനും പ്രേരിപ്പിക്കാനുമുള്ള ഒരു 14 പ്രവണതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. അത് കുട്ടികളിലൂടെയാണ് അവര് അത് എന്ത് ചെയ്തത്, 14 ടെൻഡൻസീസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയെടുത്തത് കുട്ടികളിലൂടെ നിരീക്ഷിച്ചു കൊണ്ടാണ്. ഓക്കെ, മനുഷ്യന് എന്താണ് 14 പ്രവണതകള് ഉണ്ടെന്നുള്ളത് കുട്ടികളിൽ നിരീക്ഷിച്ചുകൊണ്ടാണ് അവര് തയ്യാറാക്കിയിട്ടുള്ളത്. അതാണ് നമ്മളിവിടെ പറഞ്ഞ, ഏതൊക്കെയാണ് പറയുന്നത് ഇവിടെ മുതൽ വായിച്ചല്ലേ, ഏതാണ് 14 ടെൻഡൻസീസ് എന്ന് പറയുന്നത്? എക്സ്പ്ലോറേഷൻ, റിപ്പീറ്റേഷൻ, ഓർഡർ, ഗ്രിഗേറിയസ്നെസ്, അതുപോലെ അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ. 2 റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പൊ ഒരു റിപ്പീറ്റേഷൻ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത കേട്ടോ. ഇമിറ്റേഷൻ നടക്കാം. ഇമിറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോള്, പെർഫെക്ഷൻ ആൻഡ് ലാസ്റ്റ് ക്രിയേറ്റിവിറ്റി, ഇൻഡിപെൻഡൻസ് ആൻഡ് വർക്ക്. അങ്ങനെയുള്ള 14 ടെൻഡൻസീസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല, അതിന്റെ കൺസെപ്റ്റ് മാത്രം പറയാം. അപ്പോ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ കാര്യങ്ങൾ മനസ്സിലായോ? ലോക സമാധാനത്തെ കുറിച്ചിട്ടാണ് ധാരാളം കാര്യങ്ങള് എന്താണ് മരിയാ മോണ്ടിസോറി പറയുന്നത്. ലോകസമാധാനം കിട്ടുന്നത് എങ്ങനെയാണ്? മനുഷ്യന് കുറെ പ്രോബ്ലംസ് ഉണ്ട്, ഹ്യൂമൻ പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ മാറണമെങ്കിൽ, ഇതൊക്കെ തരണം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ലോകസമാധാനം ഉണ്ടാകണം. ലോകസമാധാനം എങ്ങനെയാണ്? കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെയാണ് ഇങ്ങനെയുള്ള ലോകസമാധാനം ഉണ്ടാകുന്നതെന്നാണ് മരിയാ മോണ്ടിസോറി പറയുന്നത്. അപ്പൊ കുട്ടികളിലൂടെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത്? നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ലോകസമാധാനം സ്ഥാപിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, പല രീതിയിലുള്ള മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് പല പണ്ടത്തെ കാലത്തുള്ള മനുഷ്യര് നമുക്കറിയാം അവരുടെ പ്രത്യേകതകൾ, അവർ ഭക്ഷിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെ. അങ്ങനെ എന്താണ് ഇയർലി അവരുടെ വ്യത്യാസങ്ങൾ വന്നു. ലോഹം കണ്ടുപിടിച്ചു, തീ കണ്ടുപിടിച്ചു. പിന്നീട് ഇന്നത്തെ കാലത്ത് എത്തി നിൽക്കുന്ന മനുഷ്യരെ പോലെ അങ്ങനെയുള്ള ഒരു ഇയേഴ്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ. രീതികളിൽ വ്യത്യാസം വന്നു, ഭക്ഷണശീലങ്ങളിൽ വ്യത്യാസം വന്നു, അവരുടെ ലാംഗ്വേജ്. അപ്പൊ പല രീതികളിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വംശം, രാജ്യം, അതുപോലെ സംസ്കാരം എന്നിവ പരിഗണിക്കാതെ ആളുകൾക്ക് സമാനമായ മാതൃക പിന്തുടർന്നു പോന്നിട്ടുണ്ട്. കുട്ടികള് വർഷങ്ങളോളം ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരിയാ മോണ്ടിസോറി പറയുന്ന 14 ടെൻഡൻസീസ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. കുട്ടികളെ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടുണ്ട്. കുട്ടികളില് അദ്ദേഹം കണ്ടെത്തിയതാണ് ഈ 14 പ്രവണതകൾ മനുഷ്യരുണ്ട്. ഓക്കെ, അതേക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോ 14 ടെൻഡൻസീസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോ ഓരോന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഏതൊക്കെയാണ്? എക്സ്പ്ലോറേഷൻ അല്ലെ. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലോറേഷൻ എന്തായിരിക്കാം മീനിങ്? എക്സ്പ്ലോറേഷൻ എബിലിറ്റി ടു എക്സ്പ്ലോർ.
ഓക്കെ, നമുക്ക് പറയാം എന്താണ് കണ്ടെത്തുന്നത് അല്ലെ. അതുപോലെ തന്നെ ഒരു എന്താണ് പര്യവേഷണം എന്ന് പറയാം നമുക്ക്, പര്യവേഷണം. ഇനി എന്താണ് റിപ്പീറ്റിഷൻ? റിപ്പീറ്റിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കാം റിപ്പീറ്റിഷൻ എന്ന് പറഞ്ഞാൽ? ആവർത്തനം. ആവർത്തനം. ഓക്കെ, ആവർത്തനം, റിപ്പീറ്റിഷൻ. ഇനി ഓർഡർ എന്ന് പറഞ്ഞാലോ? അറിയാലേ ഓർഡർ, ഓർഡർ എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ഓക്കെ, ഇനി ഗ്രിഗോറിയസ്നെസ് എന്തായിരിക്കാം? ഗ്രിഗോറിയസ്നെസ് എന്ന് പറഞ്ഞാല് കൂട്ടായ്മ. കൂട്ടായ്മ, കൂട്ടായി ജീവിക്കുക, അല്ലെങ്കിൽ സംഘം ചേരല് എന്നൊക്കെ പറയണം. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാലോ? അബ്സ്ട്രാക്ഷൻ വ്യത്യസ്തമായി ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അമൂർത്തീകരണം, അമൂർത്തീകരണം. ക്യൂരിയോസിറ്റി ഇതെല്ലാവർക്കും അറിയാലേ, അറിയാൻ പറ്റുമല്ലോ. ക്യൂരിയോസിറ്റി എന്താ? ഒരു ആഗ്രഹം. അറിയാം. ഓക്കെ, ആകാംക്ഷ അല്ലെങ്കിൽ ജിജ്ഞാസ എന്ന് പറയാം. ഓക്കെ, കാൽക്കുലേഷൻ ഇതറിയാൻ പറ്റുമല്ലോ. കണക്ക് കൂട്ടൽ. ഇനി നമ്മൾ പറഞ്ഞത് 2 റിപ്പീറ്റേഷൻ ഉണ്ട്. അതുപോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ കിട്ടിക്കളയാം. ഇമിറ്റേഷൻ കാണാം കേട്ടോ. ഇമിറ്റേഷൻ എന്താണ് അറിയാലോ? ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടല്ലേ നമ്മള്. സിനിമയൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കാണുമ്പോ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതെന്താ? അനുകരിക്കാറുണ്ടല്ലേ. അതുപോലെ പാടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതുപോലെ ഡയലോഗ് പറയാൻ ശ്രമിക്കുക, അതുപോലെ ഡ്രസ്, അതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നോക്കുക. അപ്പൊ അങ്ങനെയുള്ള സ്റ്റൈലുകൾ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ അനുകരിക്കാറുണ്ട് അല്ലെ. അതാണ് ഇമിറ്റേഷൻ. ഇനി കോൺസെൻട്രേഷൻ അറിയാലോ? ഏകാഗ്രത. ഏകാഗ്രത. ഇനി നെക്സ്റ്റ് ആണ് സെൽഫ് കൺട്രോൾ. സ്വയം നിയന്ത്രിക്കൽ. സ്വയം നിയന്ത്രിക്കാം, ആത്മനിയന്ത്രണം. ഇനി അതുപോലെ തന്നെ പെർഫെക്ഷൻ. പെർഫെക്റ്റ് ആണോ അല്ലെ? പെർഫെക്ഷൻ പറയാറുണ്ട്. പെർഫെക്ഷൻ എന്താ? പൂർത്തീകരണം. പൂർത്തീകരണം, പൂർണ്ണത. ക്രിയേറ്റിവിറ്റി. സർഗാത്മകത. സർഗാത്മകത. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യം, അല്ലെ ജോലി. അപ്പോ ഇങ്ങനെയുള്ള 14 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. യൂണിവേഴ്സലി അംഗീകരിച്ചിട്ടുള്ള മനുഷ്യന്റെ പ്രവണതകളായിട്ട് പറയുന്നത്. ഓക്കെ, മരിയ മോണ്ടിസോറി എങ്ങനെയാണ് ഈ പ്രവണതകളെ കണ്ടെത്തിയിട്ടുള്ളത്? കുട്ടികളെ എന്ത് ചെയ്തിട്ടാണ്? കുറെ നാള് നിരീക്ഷിച്ച് കൊണ്ടാണ് ഇങ്ങനെ കുട്ടികളിൽ, മനുഷ്യരില് 14 പ്രവണതകൾ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്. 14 പ്രവണതകൾ ഏതൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലോറേഷൻ, റിപ്പീറ്റേഷൻ, ഓർഡർ, ഗ്രിഗോറിയസ്നെസ്, അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, കാൽക്കുലേഷൻ, ഇമിറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, പെർഫെക്ഷൻ, ക്രിയേറ്റിവിറ്റി, ഇൻഡിപെൻഡൻസ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വർക്ക്. ഓക്കെ, ഇനി ജസ്റ്റ് പാരഗ്രാഫ് ഞാൻ ജസ്റ്റ് വായിക്കാം. അധികം ഇമ്പോർട്ടൻസ് അല്ല. ഇനി അടുത്ത ഇത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡേഴ്സ്. അതിനെങ്ങനെയാണ് നമ്മളിനി 14 ടെൻഡൻസീസും നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അതിന്റെ അർത്ഥം പറഞ്ഞു തരാം. All the above tendencies functions upon behavior like a single force. Each of the various tendencies look to complement absolutely the effect of certain others, and we can identify exact aspect of culture which derive primarily from certain tendencies acting in concert. These clusters of tendencies also appear to compound their
affected in a particular sequence, building upon two phases the process of cultural transformation. ഇവിടെ പറയുന്നത് മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ടെൻഡൻസീസ്, എല്ലാ പ്രവണതകളും ഒരൊറ്റ ശക്തിയെ പോലെ പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. വ്യത്യസ്ത പ്രവണതകളിൽ ഓരോന്നും മറ്റുള്ളവരുടെ ഫലത്തെ പൂർണ്ണമായും രൂപമാക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടാതെ സംസ്കാരത്തിന്റെ കൃത്യമായിട്ടുള്ള വശങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അവ പ്രാഥമികമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ചില പ്രവണതകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. 4 ടെൻഡൻസീസും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് പ്രാഥമികമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ചില പ്രവണതകളിൽ നിന്നാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രവണതകള് പ്രവണതകളുടെ കൂട്ടങ്ങള് ഒരു പ്രത്യേക ശ്രേണിയിൽ അവയുടെ പ്രഭാവം വർദ്ധിപ്പിക്കാനായിട്ട് തോന്നുന്നു. ഇത് സാംസ്കാരിക പരിവർത്തന പ്രക്രിയയാണ്. 2 ഘട്ടങ്ങളായിട്ട് കെട്ടിപ്പടുത്തുന്നു. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, അധികം ഇമ്പോർട്ടൻസ് അല്ല. പിന്നെ ഇനി ഓരോന്നും രണ്ട് രീതിയിലാണ്, 2 എക്സ്പ്ലോറേഷൻ ഓർഡർ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് 2H രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഗ്രിഗേറിയസ്നെസ്, അങ്ങനെ 2 രീതിയിൽ 2 വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓരോ പാരഗ്രാഫില്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്? എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. ജസ്റ്റ് ഒന്ന് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്തെങ്കിലും മനസ്സിലായോ നോക്കിയേ. ഇതിന്റെ ലാസ്റ്റ് ഞാൻ മിസ് ഇതിന്റെ നോട്ട് തരാം കേട്ടോ. എന്താണ് എന്നുള്ളതിന്റെ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോ അതിന്റെ നോട്ട് മിസ് തരാം.
മാം ആദ്യത്തെ പാരഗ്രാഫ് ആണോ ഫുൾ ആണോ വായിക്കാൻ പറഞ്ഞത്? വായിക്കണം കേട്ടോ. ഓക്കെ. വായിച്ചു നോക്കിയോ? എന്തെങ്കിലും മനസ്സിലായോ? ആദ്യത്തെ പാരഗ്രാഫ് നല്ലപോലെ മനസ്സിലായി, പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രം പറയാം കേട്ടോ. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷണം അല്ലെങ്കിൽ എന്താണ് പര്യവേഷണം എന്നൊക്കെ പറയാല്ലേ നമുക്ക്. ഓക്കെ, എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോ എന്താണ് ആദിമ മനുഷ്യൻ കുറെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. ആദിമ മനുഷ്യൻ ആദിയില് എന്താണ് മനുഷ്യൻ ഉണ്ടായിരുന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അവരിപ്പോ തീ ഉണ്ടാക്കിയത്, ലോകം ഉണ്ടാക്കിയത്, അതുപോലെ ഫുഡുകള് കാര്യങ്ങള്, ഫുഡ് അവരുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള അല്ലെ, പ്രൈമറി നീഡ്സ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ ഷെൽട്ടർ, ക്ലോത്ത്, ഇതൊക്കെ എന്താണ് അവര് കുറെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇല്ലേ. അതുപോലെ തന്നെ ഇപ്പോ കുഞ്ഞുങ്ങള് എന്താണ് പല കാര്യങ്ങളും അവരുടെ സറൗണ്ടിങ്സിൽ നിന്നാണ് അവർ കണ്ടുപിടിക്കുന്നത് അല്ലെ. ഒരു എന്താണ് പറയാ, ഇപ്പോ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കിടയാണ് അല്ലെങ്കിൽ അത് പൂച്ചെടിയാണ്, ഇതെന്റെ അമ്മയാണ് അച്ഛനാണ് അല്ലെ. പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ അച്ഛൻ അമ്മയൊക്കെ ആയിട്ട് ബന്ധം അല്ലെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും ഇതെന്റെ അച്ഛനാണ്, അല്ലെങ്കിൽ ഇത് അമ്മാമ്മയാണ്, അല്ലെങ്കിൽ ഇത് കാക്കയാണ്, ഇതൊക്കെ എങ്ങനെയാണ് അവരുടെ സറൗണ്ടിങ്സിൽ നിന്നാണ് അല്ലെ, ചുറ്റുപാടിൽ നിന്നാണ് അവർ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്, എക്സ്പ്ലോർ ചെയ്യുന്നവര് അന്വേഷിച്ച് അല്ലെങ്കിൽ അത് കേട്ടൊക്കെയാണ് പഠിക്കുന്നത് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് മനുഷ്യൻ ഭൂമിയിൽ ജനിച്ച് വീണ് അവന്റെ മരണം വരെയുള്ള ടെൻഡൻസി, അതിനെയാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനുഷ്യൻ ജനിച്ച് വീണ് അവന്റെ മരണം വരെയുള്ള ആ ടെൻഡൻസി, അതിനെയാണ് നമ്മൾ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഇല്ലേ. ഓക്കെ, ഇപ്പോ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി, അവന്റെ ലോകം എന്ന് പറയുന്നത് എന്താണ്? തൊട്ടില്, അതുപോലെ തന്നെ ചുറ്റുപാടും ചിലപ്പോൾ കളിപ്പാട്ടങ്ങൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ചിലപ്പോൾ അച്ഛനമ്മയൊക്കെ ഇരുന്ന് അപ്പൊ അവരുടെ സംസാരം, ഇതൊക്കെയാണ് അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ടൂറ് പോകുമ്പോൾ അല്ലെ, നമ്മള് കുറെ എക്സ്പ്ലോർ ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട് ഇല്ലേ, ആണോ? കുറെ കാര്യങ്ങൾ അന്വേഷിച്ച് അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ കണ്ട് നമ്മൾ കാണാത്തത് കാണുമ്പോ അല്ലെ, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മൂവീസ് ഒക്കെ കാണുമ്പോൾ അല്ലെ, ഇപ്പൊ എന്താ നല്ല രീതിയിലുള്ള മൂവീസ്, നല്ല ത്രില്ലർ മൂവീസ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോ പെട്ടെന്ന് എൻഡ് ആവുമ്പോൾ നമ്മൾ പോകും, അതിന്റെ ബാക്കി എന്തായിരിക്കാം, അല്ലെങ്കിൽ വെബ് സീരീസ് ഒക്കെ കാണുമ്പോൾ അടുത്തത് നെക്സ്റ്റ് എന്തായിരിക്കാം, നമ്മള് അത് ഒരു ആകാംക്ഷയാണ് അല്ലെ, അതറിയാനായിട്ടുള്ള ഒരു ത്വര നമുക്ക് ഉണ്ടാവാറുണ്ട് ഇല്ലേ, ആർക്കുണ്ടാവാറില്ലേ ഇല്ലേ, നെക്സ്റ്റ് എന്തായിരിക്കാവോ. അല്ലെങ്കിൽ സീരിയലുകളൊക്കെ കാണാറുണ്ടോ? ആരും കാണാറുണ്ടാവില്ല. സീരിയൽസ് കാണാറുണ്ടോ? ഇല്ല, നല്ല കുട്ടികളാണല്ലേ, ഇല്ല, നല്ല സ്റ്റുഡൻസ്. ഓക്കെ,
ഓക്കെ, പാരന്റ്സ് ആയിരിക്കും അല്ലെ സ്ഥിതിയിൽ കാണാറ്. പാരന്റ്സ് കാണുമ്പോൾ ചിലപ്പോ നിങ്ങളും കാണുന്നുണ്ടാവും, അല്ലാണ്ട് നമ്മളായിട്ട് അത് കാണാറില്ലല്ലേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഭാഗം എന്തായിരിക്കാം? അപ്പൊ അവര് പറയാറുണ്ട് ഇനി എന്തായിരിക്കാം അല്ലെ, ചിലപ്പോ അമ്മായിയും മനുമോളും കൂടിയുള്ള തല്ലുകൊടുത്തായിരിക്കാം എന്താവുന്നത്. ഇനിയിപ്പോ നാളെ എന്തായിരിക്കാം അവര് പറയാറുണ്ടല്ലേ. അപ്പനായാലും ചിലപ്പോ അമ്മമാരൊക്കെ ആയിരിക്കും ഇരുന്ന് കാണുന്നത്. അവര് പറയും നാളത്തെ എന്തായിരിക്കാം, ഇങ്ങനെ ചിന്തിച്ച് അവര് പറയും അല്ലെ. ചിലപ്പോ അവൻ വരും, അല്ലെങ്കിൽ ഇടിയാവും, അതാവും ഇതാവും എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഒരു ആകാംക്ഷ, ഒരു ത്വര നമുക്ക് വരാറുണ്ട്. അതിനി എന്താകാവോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി നടക്കുന്നത് അല്ലെ, എന്തായിരിക്കാം സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും കുറിച്ചുള്ള അല്ലെങ്കിൽ പല കാര്യത്തിനുമായിട്ടുള്ള ഒരു ത്വര അന്വേഷിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ വേണ്ടതായിട്ടുള്ള ത്വര, അതിനെയും നമ്മൾ എന്ത് പറയുന്നുണ്ട്? എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ച് വീണ് അവന്റെ മരണം വരെയുള്ള ആ ടെൻഡൻസി, അതിനെയാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾക്ക് അന്വേഷിച്ച് അറിയാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടാവുന്നുണ്ട് അല്ലെ. ആ ത്വര, അതിനെയും നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഈ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ എക്സ്പ്ലോറേഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? എക്സ്പ്ലോറേഷൻ എന്ന് പറയുമ്പോ എന്താണ്? പല കാര്യങ്ങളും ആദിമ മനുഷ്യരിലെ പണ്ട് കാലങ്ങളിലുള്ള മനുഷ്യരൊക്കെ എന്താണ് പല കാര്യങ്ങളും അന്വേഷിച്ചാണ് അവർ കണ്ടെത്തിയത് അല്ലെ. അവർക്ക് വിശക്കുമ്പോ എന്താണ് വിശക്കുന്നുണ്ട്, ഇനിയിപ്പോ എന്താണ് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ദാഹിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്, എങ്ങനെയാണ് അല്ലെ. പണ്ട് കാലങ്ങളിലുള്ള മനുഷ്യരൊക്കെ എങ്ങനെയാണ് മൃഗങ്ങളെ പിടിച്ച് കഴിച്ചൊക്കെയാണ്, പച്ചനെയൊക്കെയാണ് അവർ ഭക്ഷിച്ചിരുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇപ്പോ കുളം അല്ലെങ്കിൽ പുഴയൊക്കെ കണ്ടു കഴിഞ്ഞാല് വേട്ടയാടി മത്സ്യങ്ങളെയൊക്കെ വേട്ടയാടി, അതുപോലെ മത്സ്യങ്ങളൊക്കെ പിടിച്ച്, അതുപോലെ മൃഗങ്ങളെ വേട്ടയാടി, അങ്ങനെയൊക്കെയാണ് അവര് പണ്ട് കാലങ്ങളിൽ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. അപ്പൊ അവരെങ്ങനെയാണ്? മൃഗങ്ങളൊക്കെ അവരുടെ മുമ്പിൽ വന്ന് നിൽക്കാറുണ്ടോ? ഇല്ല, അവരന്വേഷിച്ച് അല്ലെ, എക്സ്പ്ലോർ ചെയ്ത് അന്വേഷിച്ചാണ് അവരുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഫുഡ് ആയാലും ഷെൽട്ടർ ആയാലും കണ്ടെത്തിയിരുന്നത്. അതുപോലെ തന്നെ എന്താണ്, പണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഓരോ കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യുന്നത് അവരുടെ ചുറ്റുപാടിൽ നിന്നാണ് അല്ലെ, എക്സ്പ്ലോർ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മൂവി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ഭാഗങ്ങൾ എന്തായിരിക്കും, വെബ് സീരീസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഭാഗം എന്തായിരിക്കും, അത് അറിയാനായിട്ടുള്ള ഒരു ത്വര മനുഷ്യനുണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ ടെൻഡൻസിയാണ്. ക്ലിയർ ആയോ? അപ്പോ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ച് വീണ് അവന്റെ മരണം വരെയുള്ള ആ ടെൻഡൻസി, അതിനെയാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് അല്ലെ. മനുഷ്യൻ ജനിച്ച് വീണ് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ അന്വേഷണങ്ങളായാലും നമ്മുടെ ഒരു ത്വരയായാലും നിൽക്കുന്നില്ല അല്ലെ. ഇപ്പോഴും നമുക്ക് എന്താണ് ഒരു ത്വര വരാറുണ്ടല്ലേ. അതെന്താണാവോ? അതെങ്ങനെ എന്താണാവോ അങ്ങനെ ആയത്? അല്ലെങ്കിൽ അതിന്റെ അവസാനം എന്തായിരിക്കും? ഇല്ലേ, നമ്മളെ മരണം വരെ നമ്മളത് ചോദിക്കാറുണ്ട്, അറിയാനുള്ള ആഗ്രഹങ്ങൾ ഇല്ലേ. ഇപ്പൊ ഈ എന്താ പറയാ, നമ്മുടെ വീട്ടിലിപ്പോ അമ്മാമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അല്ലെ. എവിടേക്കാണ് പോണത്, എന്തിനാ പോണത് ഇല്ലേ, ചോദിക്കാറുണ്ട്. നമുക്കത് പറയാനായിട്ട് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ എവിടേക്കാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമല്ലേ നമ്മളെന്നാലും. എന്താണ് അവ പറയുന്നത്? അവർക്കും അത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടും അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം, ത്വര വരുന്നുണ്ട് അല്ലെ. അതിനെയാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഓക്കെ, അതുപോലെ തന്നെ പല കാര്യങ്ങളും അറിയാനായിട്ടുള്ള ആ ത്വരനെയും എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ച് വീണ് മരണം വരെയുള്ള ആ ടെൻഡൻസി, അതിനെയും നമ്മൾ എക്സ്പ്ലോറേഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ എക്സ്പ്ലോറേഷൻ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഓർഡർ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമുക്ക് എന്താണ്, നമ്മുടെ ജീവിതത്തിലും നമ്മളൊരു ഓർഡർ കീപ്പ് ചെയ്യുന്നവരാണ് ഇല്ലേ. ഓർഡർ ഇല്ലാത്തവരാരെങ്കിലൊക്കെ ഉണ്ടോ? ഒരു ഡെയിലി റുട്ടീൻ നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട് അല്ലെ. അതിനെ നമുക്ക് ഓർഡർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓർഡർ അല്ലെ, സീക്വൻഷ്യൽ ഓർഡർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ എന്താണ്, നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഒരു ഓർഡർ ഉണ്ടാവും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മള് മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ ഡെയിലി ഫോർ എക്സാമ്പിൾ പറയാം, ഡെയിലി റൂട്ടീൻ. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, അടുക്കളയിൽ പോകുന്നു, മക്കളെ വിടുന്നു, ഇന്ന ടൈമിൽ മക്കളെ വിടുന്നു, ഫുഡ് കഴിക്കുന്നു, അതുപോലെ നമ്മുടെ ജോലിയൊക്കെ ചെയ്യുന്നു, അതുപോലെ ലഞ്ച് കഴിക്കുന്നു, ചായ കുടിക്കുന്നു, ഇന്ന ടൈമില് രാത്രി എന്താണ്
ഡിന്നർ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെയും രാവിലെ എണീക്കുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? കാലത്ത് എണീക്കുക, ചായ വെക്കുക, മക്കളെ സ്കൂളിലേക്ക് വിടാം, അതുപോലെ ഫുഡ് ഉണ്ടാക്കുക അല്ലെ, ചായ വൈകുന്നേരം ചായ കുടിക്കുക, രാത്രി അത്താഴം കഴിക്കുക, അങ്ങനെയുള്ളൊരു റുട്ടീനാണ് അല്ലെ, ഒരു ഓർഡറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ അങ്ങനെ ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു എന്തുവാ, നമുക്കൊരു അസുഖം വന്നാല് ആ ഓർഡർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരികയാണെങ്കിൽ ഇല്ല. കാരണം എന്താണ്? നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ടള്ളാവും, അല്ലെങ്കിൽ നമുക്ക് അല്ലെ പല പ്രശ്നങ്ങളും അതിനോട് അനുബന്ധിച്ച് വരാറുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താവും, ഓർഡർ എന്നുള്ളത് ഡിസോർഡറിലേക്ക് വരാറുണ്ട് അല്ലെ, ഡിസോർഡർ ആവാൻ ചാൻസ് ഉണ്ട്, ഡിസോർഡറിൽ ആവുന്നുണ്ട്. ഓക്കെ, ഡിസോർഡറിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ, ഇപ്പോ ഇവിടെ നിന്ന് പല ആളുകളും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അല്ലെ. അപ്പോ അവിടെ പോകുമ്പോ എന്താണ്, ഫസ്റ്റ് തന്നെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ ഇവിടുത്തെ ശീലം, ചിലപ്പോ ഇവിടെയൊക്കെ എന്താണ്, ചോറ് എടുത്ത് വെച്ച് തരുന്നത് ചിലപ്പോ നമ്മുടെ അമ്മയും അച്ഛനമ്മമാരായിരിക്കാം അല്ലെ. സ്കൂളിലൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വിടുന്നത് നമ്മുടെ അമ്മമാരായിരിക്കാം. ഇനി അവിടെ ചെയ്യുമ്പോ എങ്ങനെയായിരിക്കാം, പഠിക്കാൻ പോകുന്ന സ്റ്റുഡന്റ് ഒക്കെ ആണെങ്കിൽ താനെ ഫുഡ് കഴിക്കണം, താനെ നമ്മൾ ചിലപ്പോ വാരി കഴിക്കുന്നവരായിരിക്കാം അല്ലെ. അമ്മമാരൊക്കെ വാരി തന്നിട്ട് അങ്ങനെയുള്ള ശീലമുള്ളവരായിരിക്കാം. അവിടെ പോകുമ്പോ താനെ ഫുഡ് കഴിക്കുക, താനെ കഴിക്കുക, ലഞ്ച് പാക്ക് ചെയ്യാം, പോവാ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓർഡറുകൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റുകളിൽ വ്യത്യാസം വരുന്നുണ്ട്, അവിടുത്തെ ഫുഡിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. നമ്മൾ ഇവിടുത്തെ പോലെ നാടൻ കറികൾ, നാടൻ ഭക്ഷണങ്ങളൊന്നും ആയിരിക്കില്ല അന്യ രാജ്യങ്ങളിൽ പോകുമ്പോഴല്ലേ. അതുപോലെ തന്നെ നമ്മൾ വെക്കുമ്പോ എന്താണ്, നമ്മുടെ അമ്മ വെച്ച് തരുന്ന ഫുഡ് അല്ലെ ഒരു പ്രത്യേകതയാണല്ലേ ഇല്ലേ. ഇപ്പോഴും നമുക്ക് എന്താണ്, അമ്മയുടെ കൈ കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് കൊതി വരും നമ്മുടെ വീട്ടിൽ പോകുമ്പോ അല്ലെ. നമ്മൾ വെക്കുന്ന കറിയും അതുപോലെ തന്നെ അമ്മ വെക്കുന്ന കറി ഒരു വ്യത്യാസം വരാറുണ്ട്. ഇപ്പോഴും നമുക്ക് കൊതിയാണല്ലേ കഴിക്കാനായിട്ട്, നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പോഴും പറയുമ്പോ ശരിയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താ പറഞ്ഞത്, ഓർഡർ തെറ്റാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ എന്താണ്, ഡിസോർഡർ ആകും. അന്യ രാജ്യങ്ങളിൽ പോകുമ്പോഴായാലും സമയത്തിന് വ്യത്യാസം വരും, അതുപോലെ നമ്മൾ വളരെ ബിസി ആയിരിക്കും, നമ്മുടെ ഓർഡർ തെറ്റാവും അല്ലെ. അങ്ങനെയുള്ള സംഭവങ്ങളും സംഭവിക്കാറുണ്ട്. അപ്പോ ഓരോ മനുഷ്യനും ചില ഹാബിറ്റ്സുകൾ ഉണ്ട് അല്ലെ, ഓരോ ഓർഡറുകൾ അവരുടെ ജീവിതത്തിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഓരോ ഹാബിറ്റ്സുകൾ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, ആ ശീലം അവനില് എന്താണ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാകുന്ന ഒരു ഓർഡർ, അതിനെയാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ഓരോ ഹാബിറ്റ്സുകൾ ഉണ്ട്, ആ ശീലം അവനില് നിങ്ങൾ മാറുകയാണെങ്കിൽ എന്താണ്, ഒരു ഓർഡർ ഡിസോർഡർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആ ശീലം നല്ല രീതിയിലുള്ള ഒരു ഓർഡർ പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്താണ്, അവന് ഓർഡർ ഉണ്ടെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിലോ ഒക്കെ എന്താണ്, ഡിസോർഡർ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഓർഡർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയോ? നമ്മൾ റുട്ടീനൊക്കെ തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു ഓർഡറിൽ പോകുന്ന വ്യക്തികളാണ്. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസോർഡർ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെക്കാം കേട്ടോ. ക്ലിയർ ആണോ? എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. എക്സാമ്പിൾ വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് ക്യാച്ച് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തുടങ്ങുമ്പോൾ ടെൻഡൻസീസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി വളരെ ബുദ്ധിമുട്ടാണ്, അത് വായിച്ചാൽ മനസ്സിലാകില്ല. എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരുമ്പോ കണക്ഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഓർഡറും എക്സ്പ്ലോറേഷനും ആണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ ആണോ രണ്ട് കാര്യങ്ങളും? ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് വായിക്കാം കേട്ടോ. Gregariousness and communication.
അയച്ചു കഴിഞ്ഞാൽ കമന്റ് ഇടാം. എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോ നമ്മൾ പറയാൻ പോകുന്നത് ഗ്രിഗോറിയസ്നെസ്. ഓക്കെ, സംഗമം ചെയ്യല് അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഗ്രിഗോറിയസ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫോർ എക്സാമ്പിൾ പറയാം, ഒരു കുട്ടി ക്ലാസ്സിലേക്ക് വരുന്നു, വളരെ ഗ്ലൂമി ആയിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. എക്സാമ്പിൾ ശ്രദ്ധിക്കാം, ഒരു കുട്ടി ക്ലാസ്സിലേക്ക് വരുന്നു, വളരെ ഗ്ലൂമി ആയിട്ട് ക്ലാസ്സിലിരിക്കുന്നു. വൈകുന്നേരം അവൻ തിരിച്ചു പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എന്തായിരിക്കാം കാരണം? അറിയാൻ പറ്റുമോ ആർക്കെങ്കിലും? വീട്ടിൽ നിന്ന് വരുന്നത് എന്താണ്? വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ്, ഗ്ലൂമി ആയിട്ടാണ്. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്, ഈവനിങ്ങില് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ്. എന്തായിരിക്കാം കാരണം? ചിലപ്പോ അവന്റെ സങ്കടങ്ങളൊക്കെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തപ്പോ അവനൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും. സങ്കടങ്ങളൊക്കെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എന്താണ്? അവന്റെ മനസ്സിനൊരു സന്തോഷം, അല്ലെ? ഒരു സന്തോഷം കിട്ടുന്നുണ്ട് അല്ലെ അവനെ. ഓക്കെ, എന്താണ്? നമ്മുടെ ഫീലിങ്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ഗ്രിഗോറിയസ്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ഫീലിങ്സ്, നമുക്ക് സന്തോഷം ഉണ്ടാവാം, സങ്കടങ്ങൾ ഉണ്ടാവാം, അല്ലെ? എന്ത് ഫീലിങ്സ് ആയിക്കോട്ടെ, അതെന്താണ്? മറ്റുള്ളവരുമായിട്ട്, സ്കൂളിൽ വരുമ്പോ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട്, അല്ലെ? അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ നമ്മുടെ എന്താണ്, സ്കൂളിൽ മോണ്ടിസോറി പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരുന്നു, ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ എടുക്കാൻ മതി. കുഞ്ഞുങ്ങൾ എടുക്കുമ്പോൾ എന്താണ്? അവരുടെ സങ്കടങ്ങള് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ്, അല്ലെ? നല്ല രീതിയിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മള് ഗ്രിഗോറിയസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് പേഴ്സൺസിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടാവും, ഇൻട്രോവേർട്ട്. ഓക്കെ, നെക്സ്റ്റ് എക്സ്ട്രോവേർട്ട്, തേർഡ് വൺ ആംബിവേർട്ട്. ഓക്കെ, കേട്ടിട്ടുണ്ടാവും നിങ്ങള്? ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്. ആംബിവേർട്ടിന്റെ സ്പെല്ലിംഗ് പറയാം, AMBIVERT, ആംബിവേർട്ട്. ഓക്കെ, അപ്പോ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഇൻട്രോവേർട്ട് എന്തായിരിക്കാം? ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ? പ്രകൃതം പ്രകൃതം, അല്ലെ? എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആരോടും സംസാരിക്കാനായിട്ട് അവന് ഇഷ്ടമില്ല, അല്ലെ? ഒരു ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതം, എന്ത് കാര്യങ്ങളായാലും ഷെയർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മള് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ട്രോവേർട്ട് എന്തായിരിക്കാം? എക്സ്ട്രോവേർട്ട് അതിന്റെ ഓപ്പോസിറ്റ്, എല്ലാവരായിട്ടും ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, എല്ലാവരായിട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവും, അല്ലെ? ഒരു നല്ല രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ആര്?
എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് അല്ലെ, ഓപ്പൺ ആയിട്ട് പറയാനായിട്ടും അവന് താല്പര്യമുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഴ്സൺസിനെയാണ് നമ്മള് എക്സ്ട്രോവേർട്ട് ആയിട്ട് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞല്ലേ ആംബിവേർട്ട് എന്തായിരിക്കാം? രണ്ട് സ്വഭാവം കാണിക്കുന്നു. അഞ്ച് പറഞ്ഞത് കേട്ടില്ല മിസ്റ്റർ. ചിലപ്പോ ഇൻട്രോവേർട്ട് ആയിരിക്കും, ചിലപ്പോ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, ചില സാഹചര്യങ്ങൾക്ക് അനുസരിച്ച്. ഓക്കെ, സാജിദ എന്താ പറഞ്ഞേ? അത് തന്നെയാണ് മാം പറഞ്ഞത്. അപ്പൊ എന്താണ്? യെസ്, വെരി ഗുഡ്. അപ്പൊ ആംബിവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഞ്ചും സാജിദയും പറഞ്ഞതുപോലെ തന്നെ എന്താണ്, രണ്ടിന്റെയും മിക്സപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്, എക്സ്ട്രോവേർട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയിരിക്കാം. രണ്ടിന്റെയും മിക്സിങ്ങിനെയാണ് നമ്മള് ആംബിവേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഗ്രിഗേറിയസ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഫീലിങ്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനാണ് ഗ്രിഗേറിയസ്നെസ് എന്ന് പറയുന്നത്. പേഴ്സൺസിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാല് ഉൾവലിഞ്ഞ പ്രകൃതമാണ്, മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടൊക്കെ ആയിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള പേഴ്സൺസിനെയാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴും എന്താണ്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും നല്ല രീതിയിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഒരു ലീഡറിന്റെ ഒരു രീതിയിലൊക്കെ പ്രവർത്തിക്കാനായിട്ടൊക്കെ അവന് ഇഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. ആംബിവേർട്ട് എന്ന് പറഞ്ഞാല് രണ്ടിന്റെയും മിക്സപ്പ്, എക്സ്ട്രോവേർട്ടിന്റെയും ഇൻട്രോവേർട്ടിന്റെയും മിക്സപ്പിനെയാണ് നമ്മൾ ആംബിവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കട്ടെ, എക്സാമ്പിൾ ചോദിക്കാം. ഒരു ടീച്ചർ എങ്ങനെയുള്ളതാവണം? പറയാൻ പറ്റും? ഇൻട്രോവേർട്ട് ആവണോ, എക്സ്ട്രോവേർട്ട് ആവണോ, ആംബിവേർട്ട് ആവണോ? ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രോവേർട്ട് ആവണം. ഓക്കെ, എല്ലാവരോടും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയാവണം അല്ലെ? അതാണ് പ്രകൃതിയുടെ അഭിപ്രായം അല്ലെ? വേറെ ആർക്കെങ്കിലും വേറെ അഭിപ്രായങ്ങള് എന്തെങ്കിലും ഉണ്ടോ? ആംബിവേർട്ട് ആയിരിക്കും ചില കാര്യങ്ങളിൽ. ചില കാര്യങ്ങൾ നമ്മ ആംബിവേർട്ട് ആയിരിക്കണം. ചില കാര്യങ്ങള് കുട്ടികൾക്ക് മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കണ്ടേ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ ചെയ്യാം? അഞ്ജുവിന്റെ അഭിപ്രായം? അത് ആംബിവേർട്ട് ആയിരിക്കണം. ആംബിവേർട്ട്. എല്ലാവരും പിന്നെ ഒരു കാര്യം, ഒരു എക്സ്ട്രോവേർട്ട് ആയ ടീച്ചറാണെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എക്സ്ട്രോവേർട്ട് ആവണം എന്ന് പ്രകൃതി പറഞ്ഞല്ലേ? എക്സ്ട്രോവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം, ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോ എപ്പോഴെപ്പോഴും ടീച്ചർക്ക് പറയാനായിട്ട് എന്താണ് ടൈം കിട്ടുള്ളൂ? ക്ലാസ് എടുക്കാൻ ടൈം കിട്ടുമോ? ഇല്ല. അതുപോലെ തന്നെ കുട്ടികളുടെ എന്താണ് മറച്ചു വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കണം അല്ലെ? അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംബിവേർട്ട് ആയിരിക്കും. ചില സമയത്ത് എക്സ്ട്രോവേർട്ടും ചില സമയത്ത് ഇൻട്രോവേർട്ടും ആയിരിക്കണം. അപ്പോ ടീച്ചർ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ആംബിവേർട്ട് ആയിരിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. കൂടുതലും ചുരുക്കുന്നില്ല, ഇത്തിരി ബോറിംഗ് ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിന്ന് പറഞ്ഞത് എക്സ്പ്ലോറേഷൻ, ഓർഡർ, എന്താണ് ഗ്രിഗേറിയസ്നെസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോ മിസ് പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? മൂന്ന് കാര്യങ്ങളും ഓക്കെ ആണ്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? ആരാണ് സൈൻ ഔട്ട്? ഇന്ന് ചാപ്റ്റർ നമ്പർ 9 ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചത്. മരിയ മോണ്ടിസറി കുട്ടികളിലൂടെ ഒബ്സർവ് പ്രവണതകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് 14 എണ്ണമാണ്. അതിൽ നമ്മൾ ആദ്യത്തെ 4 ഇപ്പം നമ്മൾ പഠിച്ചു. എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ ആണ് ആദ്യം പഠിച്ചത്. ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ഒരു കോയിന്റെ രണ്ട് സൈഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. എക്സ്പ്ലോറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്ന ഉടനെ അവന്റെ ചുറ്റുപാടിനെ നിരീക്ഷിച്ച് കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുന്നു. ഇത് തന്നെയാണ് ജനനം മുതൽ മരണം വരെ നടക്കുന്നത്.
എന്നാണ് പറയുന്നത്. ഓർഡറിൽ എക്സ്പ്ലോർ ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളെ ഓരോ വ്യക്തിയും ഒരു മെന്റൽ ഓർഡറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട്. അത് ഗ്രിഗേറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അത് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വരും. എക്സ്പ്ലോർ ചെയ്ത് കിട്ടുന്ന അബ്സോർബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഇമോഷണലി മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു ലാംഗ്വേജ് ഉണ്ടാകുന്നു, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഫോം ആവുകയും ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു എന്നുമാണ് പഠിച്ചത്. മാം എന്ത് ക്ലാസ് നന്നായിരുന്നു, കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ട്, നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. താങ്ക് യു മാം, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ലെസൺ. ഈ പോകെ ടഫാണ്, ഞാൻ പറഞ്ഞേക്കാം. മറ്റുള്ളവരുടെ ഒന്ന് ശരിയാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട്, വായിച്ചാലൊന്നും മനസ്സിലാവില്ല. അപ്പോ ഞാൻ ഇത് കഴിയുമ്പോ നോട്ട് ചെറുതാക്കി തരാൻ പോയിന്റ്സ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. താങ്ക് യു.